ഇന്ന് നമുക്ക് SFIന്റെ സ്ട്രൈക്ക് കണ്ടാലോ? അതിനുവേണ്ടി നമ്മൾ രാവിലെ തന്നെ നീച്ചൊരുങ്ങി ബസ്സിലെ തിക്കിനും തിരക്കിലും ഇടയിൽ 5 കിലോ കുറച്ച് കോളേജിൽ പോവാം. എനിക്ക് എന്തിന്റെ കേടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിലെത്തിയപ്പോ 5-6 കുട്ടികളുള്ളെങ്കിലും കൂടി ക്ലാസ് തുടങ്ങിയപ്പോ 3/4 കുട്ടികളും വന്നിരുന്നു. ഇപ്പൊ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ എന്ത് പോവും? അറ്റൻഡൻസ് പോവും. ഇനിയാണ് ഞങ്ങൾ കാത്തിരുന്ന മുഹൂർത്തം വന്നെത്തിയത്. ഇപ്പൊ വരും പറഞ്ഞ് ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ സമരക്കാര് വന്നു, നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ അങ്ങനെ ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിടാൻ കാണിച്ച നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ആളും ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സമരം. കുറെ കുട്ടികൾ അപ്പൊ തന്നെ വീട്ടിൽ പോയെങ്കിലും കൂടിയിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. പരിപാടി മൊത്തം തീർത്ത് കലാശക്കൊട്ടും കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പൊ വന്നില്ലേ, ഇത് മുഴുവൻ കണ്ടിട്ട് പോവാം. വന്ന ബസ് തന്നെ തിരിച്ചുപോയ ബസ്സുകാർ കളിയാക്കൂലേ. അങ്ങനെ വരെ മാസ്മരിക പ്രകടനത്തിന് ശേഷം ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ ക്ലാസ്സിൽ ആരുമില്ല, എല്ലാവരും പുറത്തുപോണേ. അല്ലെങ്കിൽ തന്നെ പുറത്തൊരു പരിപാടി നടക്കുമ്പോൾ ആരെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുമല്ലേ. ഇനി കലാശക്കൊട്ട് കാണാം. സ്ട്രൈക്കിനെ മാനിക്കാതെ കോളേജിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ കലാശക്കൊട്ട് നടത്തുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാം. കോളേജിൽ ആരും ഇല്ലാത്തപ്പോൾ കോളേജിന്റെ സൗന്ദര്യം ആസ്വദിച്ച് വന്ന ദൗത്യം പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയും സ്ട്രൈക്കുകൾ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.